പാകിസ്ഥാനുമായി ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് ഇന്ത്യക്ക് മേൽ വീണ്ടും തീരുവ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച എന്നത് കൂടി ഓർക്കണം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് രണ്ടാം ഘട്ടത്തിലെത്താം. ശ്രീ ബ്രിഗേഡിയർ വേണു നായർ, നമുക്കറിയാം അമേരിക്കയുമായി ഇന്ത്യക്കുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലമേ ആകുന്നുള്ളൂ. അതിന് മുൻപ് മുതൽ തന്നെ പാകിസ്ഥാൻ അമേരിക്ക ബന്ധം എല്ലാ ഘട്ടത്തിലും എങ്ങനെയായിരുന്നു എന്നത് നമുക്ക് കാണാം. പക്ഷേ ഭീകരതയുടെ സ്പോൺസർമാർ എന്ന് പോലും പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിയിരുന്ന ഇടത്താണ് ഇപ്പോൾ ഒരു ഊഷ്മളമായ സൗഹൃദത്തിൻ്റെ രംഗങ്ങൾ പുറത്തു വരുന്നത്. അവിടെ പാക് പ്രധാനമന്ത്രിക്ക് പുറമെ അസിം മുനീറിൻ്റെ സാന്നിധ്യം കൂടി നമ്മൾ കാണണം. 2ാം തവണയാണ് അസിം മുനീർ വൈറ്റ് ഹൗസിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി അസിം മുനീർ ഉയർത്തിയത്. അതിനുശേഷവും ആ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു എന്നത് ഒരു ഭീഷണിയായി അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമായി നിലനിൽക്കുന്നുണ്ടോ? രേണുക ഉൾപ്പെടെ എല്ലാവർക്കും എൻ്റെ ജയ്ഹിന്ദ്. ഇൻഡോ അമേരിക്കൻ US പാകിസ്ഥാൻ ഈ 2 ബന്ധങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് ഇന്ത്യ US ബന്ധത്തിനെ പറ്റി നോക്കുമ്പോൾ എൻ്റെ ഇപ്പോൾ ട്രംപിന്റെ 2.0 ഈ ടൈമിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് ട്രംപ് ഇൻവൈറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രതലവന്മാരിൽ ഒരാളായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി. അപ്പോൾ അന്ന് ഈ ഓപ്റ്റിക്സ് എന്ന് ഇപ്പോൾ രേണുക പറഞ്ഞ പോലെ അന്നത്തെ ഓപ്റ്റിക്സ് നമ്മുടെ എല്ലാം ഓർമ്മയിൽ നിൽക്കുന്നത് ഒരു വിസിറ്റേഴ്സ് ബുക്കിൽ അങ്ങനെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എഴുതാൻ പോകുമ്പോൾ അതിൻ്റെ ചെയർ എടുത്ത് പിടിച്ച് മാറ്റുന്നത്, അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന അത്രയും ഊഷ്മളമായ പേഴ്സണൽ ബന്ധം കാണിക്കാൻ മടിക്കാത്ത ഒരു നേതാവാണ് മിസ്റ്റർ ട്രംപ്. അവരുടെ തമ്മിലുള്ള പേഴ്സണൽ റിലേഷൻ ലോകത്തിൽ എല്ലായിടത്തും മാനിക്കപ്പെടുന്നതാണ്, അത് നമുക്കറിയാം. അപ്പൊ അന്ന് തന്നെ ഞാൻ ഓർക്കുന്നത് ഇപ്പൊ ഏതാണ്ട് 100 ബില്യണിൽ കൂടുതലാണെന്ന് തോന്നുന്നു നമ്മുടെ ട്രേഡ് നടക്കുന്നത്. അത് ഇത്ര ചുരുങ്ങിയ കാലത്തിനുള്ള ഒരു 500 ബില്യണിലേക്ക് ഒക്കെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലായിരുന്നു ട്രേഡിന്റെ കാര്യത്തെ പറ്റി അന്ന് പറഞ്ഞത്. പക്ഷേ ഓപ് സിന്ദൂറും പഹൽഗാമിന് ശേഷം ഓപ് സിന്ദൂറും ഒക്കെ വന്ന് പിന്നെ ട്രംപിന്റെ ക്ലെയിം ഫോർ നോബൽ പ്രൈസ് ഒക്കെ വന്ന് അങ്ങനെ ഒരു കാര്യം വന്നതോടെ അതും കൂടെ കൂടിയാണെന്ന് തോന്നുന്നു നമ്മുടെ ബന്ധത്തിന് ഒരു ഉലച്ചിലുണ്ടായത്. അപ്പോൾ ആരും വിചാരിക്കാതെയാണ് ഈ 25%, ഒരു ആവറേജ് 16% ആയിരുന്നു നമ്മുടെ ടാരിഫ് ഉണ്ടായിരുന്നത്. അത് ഏകോക്ഷയമായിട്ട് 25%ലേക്ക് ഉയർത്തി. അത് കഴിഞ്ഞ് റഷ്യയുടെ ഓയിൽ മേടിക്കുന്നു എന്ന് കരുതിയിട്ട് ഒരു പീനൽ ടാരിഫായിട്ട് 25% കൂടെ നടത്തി. അങ്ങനെ 50%. ഏറ്റവും കൂടുതൽ തീരുവ കൊടുക്കുന്ന ബ്രസീലിലും ഇന്ത്യയുമാണ് 50% അവർ ടാരിഫ് ചുമത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ ബന്ധം അതുപോലെ വന്നു. പിന്നെയാണ് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു അടുക്കല്. അതിൽ എനിക്ക് ഓർമ്മ ഉള്ളത് ട്രംപിന്റെ 1.0 അദ്ദേഹം പറഞ്ഞത്, ഞാനിപ്പോഴും ഓർക്കുന്നു. ഈ പാകിസ്ഥാന് ഞങ്ങൾ ഒരു $33 ബില്യൺ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇവരെന്താണ് നമുക്ക് തിരിച്ചു തന്നത്, ഇവരെ പുറകിൽ നിന്ന് കുത്തുന്ന ഒരു രാഷ്ട്രമാണ് എന്നൊക്കെ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പ്രസിഡന്റ് ആയതിനു ശേഷം ഫോണിൽ കൂടി പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ട്രംപ് സംസാരിച്ചിട്ടില്ല. അപ്പോ ഈ ഉള്ളൊരു നയമാറ്റം ഇപ്പോൾ പാകിസ്ഥാനെ എന്തിനാണ് ചേർത്ത് പിടിക്കുന്നത് എന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഈ പാകിസ്ഥാൻ ഇതിലേക്ക് അടുക്കുമ്പോൾ ഇന്ത്യ US ബന്ധത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ശരിക്കും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷേ ഈ ലക്ഷ്യങ്ങൾ കണ്ടിട്ട് there is an indication that they want Pakistan help rather than India's help എന്നാണ് എനിക്ക് തോന്നുന്നത്. പാകിസ്ഥാനെ പറ്റി നമ്മൾ അറിയുന്നത് 50കളിലാണ് അവര് സിയാറ്റോ സെന്റോ എന്നൊക്കെ രീതിയിൽ ഉള്ള ഒരു ഏഷ്യൻ നാറ്റോവിന് തുല്യമായ സെന്റോയിലും സിയാറ്റോയിലൊക്കെ മെമ്പറായത് പാകിസ്ഥാനാണ്. ഇന്ത്യ അന്ന് ചേരിചേരാ നയത്തിന് അതായിരുന്നു നമ്മുടെ നയം. അത് നമ്മളെ ഏതായാലും ഇത്ര വലിയ രാഷ്ട്രത്തിൽ കിട്ടുകയില്ല. നെഹ്റുവിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. അപ്പൊ സെന്റോയിൽ ഈ പാകിസ്ഥാന് 65ലുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സാബ് ജെറ്റുകളും പാറ്റൻ ടാങ്കും എല്ലാം കിട്ടിയത് US നിന്നാണ്. അവർക്ക് എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ പാകിസ്ഥാൻ ആർമിക്കും അവർ പരസ്പരം ഒരു സോഫ്റ്റ് കോർണർ പണ്ട് മുതലേ 50s മുതലേ ഉള്ളതാണ്.
അപ്പോൾ പിന്നെ ഇന്ത്യയും US-ഉമായിട്ടുള്ള ബന്ധത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് US ആകട്ടെ ഏറ്റവും പുരാതനമായ ഏറ്റവും പഴക്കമുള്ള ഡെമോക്രസിയാണ്. ഇന്ത്യ ആകട്ടെ ഏറ്റവും വലിയ ഡെമോക്രസിയാണ്. അപ്പോൾ വി ആർ നാച്ചുറൽ പാർട്ട്നേഴ്സ് ആണ്. അപ്പോ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും 71 വാറിൽ നമുക്കെതിരെ നിക്സന്റെ നമ്മളെ സഹായിച്ചില്ല. ആ കാര്യങ്ങൾ 7th ഫ്ലീറ്റ് ഇന്ത്യക്കെതിരായിട്ട് മൂവ് ചെയ്തു എന്നൊക്കെ വരുന്നു. അപ്പോ ഇപ്പൊ ഉള്ള നയമാറ്റത്തിനുള്ള കാരണം എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് ഇൻഡോ പസഫിക്കില് ട്രംപിന്റെ 1.0 നടത്തിയിരുന്ന ആ ഒരു അതിന് ഇൻഡോ പസഫിക്കിൽ ചൈനക്കെതിരായിട്ട് ഇന്ത്യയെ കൂടാതെ ഒരു മുന്നേറ്റമോ ഒരു എന്തെങ്കിലും ഒരു പ്ലാനോ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്വാഡ് പോലുള്ള US, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യയും കൂടെ കൂടിയിട്ടുള്ള ക്വാഡ് അതിന്റെ സമ്മിറ്റ് ലെവൽ വരെ എത്തിയതാണ്. അപ്പോൾ ഇൻഡോ പസഫിക്കിലെ എന്തെങ്കിലും ചൈനക്കെതിരായിട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ ഹെൽപ്പ് ആവശ്യമാണ്. പക്ഷേ ഇപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയം വരുന്നുണ്ട്. ഇപ്പോ ചൈനയോട് കൂടെ കുറച്ച് അടുക്കാൻ പ്രസിഡന്റ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു G2 ഗവൺമെന്റ് ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് G2 എന്നാണ് അതിന് പറയുന്നത്. അതിന് അമേരിക്ക ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ രീതിയിലാണെങ്കിൽ ഇപ്പൊ പാകിസ്ഥാൻ US-ന്റെ ഇൻട്രസ്റ്റ് ഇൻഡോ പസഫിക്കിൽ നിന്ന് ഇപ്പോ സെൻട്രൽ ഏഷ്യയിലേക്ക് വരുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇപ്പോ എന്റെ മുമ്പിൽ നേരത്തെ ശരി, ഞാൻ താങ്കളിലേക്ക് രണ്ടാം ഘട്ടത്തിൽ തിരിച്ചെത്താം. ശ്രീ VM നാരായണൻ, നോക്കൂ, ഇവിടെ പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ട്. ഏത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഇടപെടലുകളിലായാലും ധാരണകളിലായാലും ബൈലാറ്ററൽ ടോക്സിലായാലും അവരുടെ രണ്ട് രാഷ്ട്രങ്ങളുടെയും താല്പര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയുമായി ഉരസി നിൽക്കുന്ന സാഹചര്യം, സാമ്പത്തിക പ്രതിസന്ധി അവർ നേരിടുന്നത്, അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അമേരിക്കയുമായി അടുത്തു പോകേണ്ടുന്ന സാഹചര്യം അവരെ സംബന്ധിച്ചുണ്ട്. 2019 ശേഷം നടക്കുന്ന ഒരു കൂടിക്കാഴ്ച എന്ന നിലയിൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ട്രംപുമായുള്ള കൂടിക്കാഴ്ച. ട്രംപിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ട്രംപിന് വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ താല്പര്യങ്ങൾ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലുണ്ട്. മിഡിൽ ഈസ്റ്റ് വ്യാപാര പങ്കാളി സ്റ്റീവ് വിറ്റ്കോഫിന്റെയും ട്രംപിന്റെയും പങ്കാളിത്തത്തിലുള്ള ക്രിപ്റ്റോ കറൻസി കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അവിടുത്തെ മിനറൽസുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യങ്ങളുണ്ട്. എണ്ണ പര്യവേഷണം എന്നത് നേരത്തെ തന്നെ ഇന്ത്യക്ക് ഭീഷണിയായി ഉയർത്തിക്കാണിച്ച സംഭവങ്ങളാണ്. അപ്പോൾ ട്രംപിന് രാഷ്ട്രം എന്നതിനപ്പുറം വ്യക്തിപരമായ താല്പര്യങ്ങൾ കൂടിയാണോ പാകിസ്ഥാനുമായി അടുപ്പിക്കുന്നതിലെ പ്രധാന ഘടകം? ട്രംപിന്റെ എല്ലാ നയങ്ങളിലും ട്രംപ് എന്ന ബിസിനസ്സുകാരന്റെ താല്പര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ മേൽ അദ്ദേഹം പല താല്പര്യങ്ങളും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇന്ത്യ പരിധിക്ക് വരുന്നില്ല എന്ന് കാണുമ്പോൾ ആ ഭീഷണി കൂടുതൽ ശക്തമാക്കുന്നുണ്ട് ട്രംപ്. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് വഴങ്ങുന്ന രാഷ്ട്രത്തിനു മേൽ തങ്ങളുടെ താല്പര്യം കൂടുതൽ അടിച്ചേൽപ്പിക്കുക എന്ന ഒരു നിലപാടിലേക്ക് ട്രംപ് പോകുന്നതായിരിക്കുമോ? ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണോ? ഈ കാര്യത്തിൽ നമുക്ക് പാകിസ്ഥാനെയും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ്. പാകിസ്ഥാൻ ആണെങ്കിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ആർമി ചീഫും കൂടെ ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോവുക എന്നുള്ളത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ പാകിസ്ഥാനിൽ അങ്ങനെ സംഭവിക്കാം. പാകിസ്ഥാനിൽ അങ്ങനെ പലതും സംഭവിക്കാം എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് കാണേണ്ടത്. പിന്നെ പാകിസ്ഥാൻ അമേരിക്ക റിലേഷൻ എന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടതാണ്. 40-50 വർഷത്തെ ചരിത്രമുണ്ട് അതിന്. അതിൽ പ്രധാനമായും പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു ഒളി പങ്കാളിയായിരുന്നു. അമേരിക്കയുടെ എല്ലാ പദ്ധതികൾക്കും പാകിസ്ഥാൻ അടക്കമുള്ള അമേരിക്കയുടെ നീക്കങ്ങൾക്ക് അമേരിക്കയുടെ നീക്കങ്ങളിൽ പാകിസ്ഥാൻ സഹായിച്ചിട്ടുണ്ട്. ഇതില് ടോക്കൺ ജസ്റ്റേഴ്സ്